സ്റ്റിയറിംഗ് അയക്കാതെ റാക്ക് പുഷ് മാറേണ്ട ഒരു സാഹചര്യമായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു സൗണ്ട്, റാക്കിനാണെങ്കിൽ ഇതേമാതിരി പ്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ചെയ്തതിൻ്റെ ഒരു വർക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുഷിലേക്ക് ഒരു സ്ക്രൂ എടുത്തിട്ട് റാക്ക് പുഷിൻ്റെ അവിടെ കറക്റ്റായിട്ടൊന്ന് പിരിച്ച് കയറ്റിയിട്ട് പ്ലെയർ ഇട്ട് പിടിച്ചിട്ട് ആ റാക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പോൾ റാക്ക് വന്നിട്ട് പ്ലെയറയിൽ ലോഡാവുന്നതിൻ്റെ ഒപ്പം തന്നെ റാക്ക് പുഷ് മെല്ലെ ഇങ്ങോട്ട് ഊർന്നു പോകുന്നു. കുറേ സമയം എടുത്തിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ആ സ്ക്രൂ അതിൽ പിരിച്ച് കയറ്റി എന്നിട്ട് സ്റ്റിയറിംഗ് മെല്ലെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റാക്ക് പുറത്തേക്ക് വന്നതിൻ്റെ കൂടെ റാക്ക് പുഷും ഊരിപ്പോന്നു. വളരെ ഈസിയായിട്ട് ഊരിപ്പോന്നു. അല്ലെങ്കിൽ ഈ സംഭവം നമുക്ക് മൊത്തം അയക്കണേ, സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം അയച്ചിട്ട് വേണം നമുക്ക് ഈ റാക്ക് പുഷ് ഇടാൻ. സത്യത്തിൽ ഇന്ന് എനിക്ക് സമയം ഉണ്ടായില്ല, ഭയങ്കര സമയക്കുറവായിരുന്നു. വർക്ക്ഷോപ്പിൽ തിരക്കെന്ന് പറഞ്ഞാൽ അതേമാതിരി തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു നിവൃത്തി ഉണ്ടായില്ല. പുഷ് മാറിക്കൊടുക്കും വേണം, പക്ഷേ സമയം ഉണ്ടായില്ല സ്റ്റിയറിംഗ് അയച്ചെടുക്കാൻ. ചിലപ്പോൾ പലരും ചെയ്ത കാര്യമായിരിക്കും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ നമുക്കൊരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്താൽ വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് ബുഷ് പുതിയത് ഉള്ളിലിട്ടു, അതിൻ്റെ പുറകെ പഴയ ബുഷ് ഇട്ടു, പിന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് പിരിച്ച് കയറ്റി രണ്ട് ഉള്ളിൽ നിന്ന് ഒരാളെ കൊണ്ട് സ്റ്റിയറിംഗ് മെല്ലെ തിരിപ്പിച്ചിട്ട് അതിങ്ങനെ ലോഡ് ചെയ്ത് റാക്ക് പുഷ് ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല എത്ര ഈസി ആയിട്ട് നടക്കുമെന്ന്. പക്ഷേ സംഭവം എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരത്തിലാവും കേട്ടോ. പഴയ ബുഷ് നല്ല ലൂസ് ഉണ്ടായിരുന്നു. ലൂസ് ഉള്ളതുകൊണ്ടാട്ടോ ഇത്ര ഈസി ആയിട്ട് ഊരിപ്പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് അയച്ച് തന്നെ മാറേണ്ടി വരും. വീഡിയോ കണ്ടിട്ട് നമുക്ക് എല്ലാ വണ്ടിക്കും ഇതേമാതിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വണ്ടിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പുതിയ ബുഷ് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് കയറി. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വർക്ക് ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പല മെക്കാനിക്കലും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇത് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് നല്ലോണം ഞാനൊന്ന് ലോക്കായി തന്നെ പറയാം. കസ്റ്റമേഴ്സ് ഒരുപാട് വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്, പക്ഷേ എനിക്കതനുസരിച്ച് വർക്ക് തീർക്കാനും പറ്റുന്നില്ല. നമ്മുടെ വർക്ക്ഷോപ്പിൽ അതിനുള്ള സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വർക്ക് വേഗം തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് അയക്കാണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ റാക്ക് പുഷ് മാറണം എന്നുള്ള ടാസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എല്ലാ വണ്ടികൾക്കും ഇതേമാതിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള വർക്ക്ഷോപ്പുകാർ ആരും ബുദ്ധിമുട്ടിക്കരുത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാ വർക്ക്ഷോപ്പുകാരും ചെയ്തു തരും. അപ്പോൾ ഇപ്പോഴും ധാരാളം പേര് എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തവരെല്ലാം ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറ്റുന്നില്ല. പിന്നെ അല്ലാണ്ട് വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ കണ്ടിട്ട് ഒരുപാട് പേര് വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ടുമുണ്ട്. പക്ഷേ വർക്കൊന്നും മര്യാദയ്ക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ചെയ്യാതെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇല്ലാതെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും അടുത്ത ആഴ്ച വീട്ടിൽ പോകാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാസം വർക്ക്ഷോപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുവരെ ഈ വീഡിയോസുകളൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ അടുത്ത മാസമായിരിക്കും ഞാൻ ഇനി വർക്ക്ഷോപ്പിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും ഉള്ള വർക്ക് മാത്രമേ തീർക്കുന്നുള്ളൂ, വേറെ വർക്ക് എടുക്കുന്നില്ല. ഓക്കെ.